ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ മുത്തപ്പങ്കാവ് പോവാണ് ഗൈസ്. അപ്പം ഇത് പുലർച്ചെയാണ് ഗൈസ്. അപ്പം ഞാനുണ്ട്, അമ്മ ഉണ്ട്, പപ്പ ഉണ്ട്, പിന്നെ അച്ഛമ്മയും ഉണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി മുത്തപ്പങ്കാവ് വരെ പോവുകയാണ്. അപ്പം ആ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പം ഇത് പുലർച്ചയ്ക്ക് ഇനി ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പോൾ അതാ ഒന്ന് വെളിച്ചൊക്കെ ഒന്ന് വന്നിക്കുന്നു. അപ്പം അമ്മ വീഡിയോ എടുക്കുകയാണ്, ബാക്കിൽ ഞാൻ കിടന്നുറങ്ങുകയാണ് ഗൈസ്. എന്താ വെച്ചാൽ ഞാൻ മാക്സിമം ഉറങ്ങാനാണ് നോക്കുക. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഛർദ്ദിക്കാനൊക്കെ വരും ഗൈസ്. അപ്പം ഞാൻ ഉറങ്ങാനാണ് നോക്കുക. അപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരില്ലല്ലോ, അതിനോട് ഞാൻ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടുണ്ട്. റോഡിലൊന്നും അത്ര വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. ഞങ്ങൾ നല്ല സ്പീഡിൽ പോയി ഗൈസ്. അവിടെ റോഡിലൊന്നും തീരെ വണ്ടി ഇല്ലേനി. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റി. അപ്പം അന്ന് ഞങ്ങൾ മുത്തപ്പങ്കാവിലൊക്കെ ഒന്ന് പോയി ഒന്ന് വെറുതെ റിലാക്സ് ചെയ്യും. ഞാൻ പണ്ടെപ്പോഴാണ് വന്നത്, അതിനോണ്ടാണ് ഗൈസ്. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം എനിക്ക് പിന്നെ കാറിന് ഇറങ്ങാൻ മടിയുണ്ട് ഗൈസ്. പിന്നെ ഞാൻ കാറിന് ഇറങ്ങി ഗൈസ്. അപ്പം ഞാൻ കഴിച്ചത് വടയാണ് ഗൈസ്. അപ്പോൾ അവിടുത്തെ വടയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ 3 വട കഴിച്ചു ഗൈസ്. പിന്നെ രാവിലത്തേക്ക് വേറെ ഒന്നും കഴിച്ചില്ല, എനിക്ക് വേറെ ഒന്നും അങ്ങനെ വേണ്ടേനി. ഇപ്പം ഞാൻ ഗൈസ് മുടിയൊക്കെ കെട്ടി ഇറങ്ങി പാവാടി ബ്ലൗസൊക്കെ ഇട്ട് ഗൈസ്. രാവിലെ ചെയ്ത മേക്കപ്പൊക്കെ പോയി കഴിച്ചോ. അപ്പം ഇത് അമ്മമ്മയും കണ്ടു, അമ്മമ്മതാ, അച്ഛമ്മയതാ. അപ്പം അമ്മയാണ് വീഡിയോ എടുക്കുന്നത്, ഞാനതാ പപ്പ അതാ അവിടെ ഉണ്ട് ഗൈസ്. അപ്പം പിന്നെ ഇതാ അമ്മയും ഇതാ ഗൈസ്. അപ്പം അമ്മയാണെങ്കിൽ ഫുള്ള് വീഡിയോ എടുക്കലാണ്. അമ്മ ഉറങ്ങിയിട്ടില്ല ഗൈസ് എന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ ഫുൾ ഓക്കെയാണ്. പിന്നെ ഞാൻ ബുക്കൊക്കെ എടുത്തോണ്ട് വന്നുകൊണ്ട് ബുക്കും വായിച്ചിരുന്നു ഗൈസ്. ഞാൻ അപ്പോൾ ഒന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. അപ്പോൾ അമ്മ എന്താ ബോണ്ടയാണ് കഴിച്ചത് ഗൈസ്, ബോണ്ട. അപ്പം ബോണ്ട എല്ലാവരും ബോണ്ട, ഞാനൊരു വട ഗൈസ്. ഞാൻ വട ഒറ്റൊന്നല്ല 3 വട കഴിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്, വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ പാർക്ക് ചെയ്തിട്ട് അപ്പുറത്തെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുത്തപ്പങ്കാവിലേക്ക് നടക്കണം. അപ്പം ഉള്ളിലുള്ള വീഡിയോസ് കാണിക്കും ഗൈസ്. അപ്പം ഞങ്ങൾ പാർക്ക് ചെയ്യുകയാണ് ഗൈസ്. അപ്പം എന്താ ഗൈസ്, കുറച്ച് വണ്ടികളുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ പാർക്ക് ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാണ് ഗൈസ്. ഞാൻ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങി ഗൈസ് വണ്ടിയിൽ. ഗൈസ് കണ്ടോ ഗൈസിൻ്റെ പാവാടിയും ബ്ലൗസും. അപ്പം പാവാടിയും ബ്ലൗസൊക്കെ ഇട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ് ഗൈസ്. അപ്പം സൈഡിൽ അമ്മ കണ്ടോ, ഫുൾ കറുപ്പാണ് ഗൈസ്. അമ്മ കറുപ്പാണ് ഗൈസ്. അപ്പം അമ്മ കറുപ്പ്, പപ്പയും കറുപ്പ്, മുണ്ട് പപ്പ. അമ്മത് ഇപ്പം ഞാൻ മാത്രം ഇവരാരും എൻ്റെ കളർ ഇട്ടില്ല എന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അവിടെ കുറേ പീടികൾ കണ്ടു. അപ്പം എൻ്റെ കണ്ണുകളൊക്കെ എൻ്റെ അകത്തേക്കായി ഗൈസ്. എനിക്ക് അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങണമെന്നാ ഉള്ളതൊക്കെ കണ്ടപ്പോൾ മൊത്തം അങ്ങോട്ട് വേണമെന്ന് തോന്നി ഗൈസ്. അങ്ങനെയുണ്ട്. ടോയ്സൊക്കെ കാണുമ്പോൾ പപ്പ ടോയ്സ് വാങ്ങി തരുമോ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് എൻ്റെ പ്രായം കഴിഞ്ഞ് ഇപ്പോൾ വലിയ കുട്ടിയായി, അപ്പം എനിക്കിനി ഇതൊന്നുമില്ലാന്ന് അതാണ് പറയുക. അപ്പം ഞാൻ എന്താ പറയുക, കയ്യിലിരുന്ന ബ്രേസ്ലെറ്റില്ലേ അത് പറയും. അപ്പം എനിക്കിനി പോയി വരുന്ന സമയത്ത് വാങ്ങണം ഗൈസ്. അപ്പം നമുക്കിനി വരുന്ന സമയത്ത് കാണാം ഗൈസ്. വരുന്ന സമയത്ത് എന്തായാലും ഞാൻ കുറച്ച് കമ്മലും ഇതൊക്കെ വാങ്ങും ഗൈസ്. അപ്പം ഞങ്ങളിതാ മുല്ലപ്പൂ ഉണ്ട് ഗൈസ്. എന്നോട് മുല്ലപ്പൂ ഒക്കെ വേണോ ചോദിച്ചു. ഞാൻ വന്ന് വേണ്ടാന്ന്. പിന്നെ അച്ഛമ്മീൻ ചോദിച്ചു മുല്ലപ്പൂ വേണോ, ഞാൻ വേണ്ട. ഇപ്പം എനിക്ക് അങ്ങനെ മുല്ലപ്പൂ ഒന്നും അങ്ങനെ വെക്കുന്ന ഇഷ്ടമല്ല. ആദ്യമൊക്കെ ഞാൻ മുല്ലപ്പൂ വെക്കും, ഇനിയിപ്പം അങ്ങനെ ഒരു ഇതില്ല ഗൈസ്. അപ്പം ഞങ്ങളിപ്പോൾ പോവുകയാണ് ഗൈസ്. ഇപ്പം എന്താ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ സൈഡിൽ ഫുള്ള് പീടികകളാണ് ഗൈസ്. കുറേ പീടികകളുണ്ട് ഗൈസ്. അവിടെ ലോട്ടറിക്കട വരെ ഉണ്ട് ഗൈസ്. പിന്നെ മറ്റേ കടല, പിന്നെ ടോയ്സാണ് ഫുള്ള്. അങ്ങനെ ഞങ്ങൾ മുത്തപ്പങ്കാവിലെത്തി ഗൈസ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. കയറിയിട്ട് ഉള്ളിലൊന്ന് കാണാം. ഞാൻ പണ്ടെപ്പോഴോ വന്നതാണ്, പിന്നെ ഞാൻ വന്നില്ല. അപ്പം അതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണെന്ന് നിൽക്കുന്നത് ഓർമ്മയില്ല ഗൈസ്. ഇപ്പം ഞങ്ങൾ വെള്ളത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഗൈസ്. ഇവിടെ സൈഡിൽ ബുക്കൊക്കെ വിൽക്കുന്നുണ്ട്. ഞാൻ ബുക്കൊന്നും വാങ്ങിയില്ല ഗൈസ്. അമ്മ കുറേ ബുക്ക് ഓൺലൈനിൽ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ മതി. അപ്പം ഞങ്ങൾ പോയി ചെരുപ്പ് അയക്കുകയാണ് ഗൈസ്. പപ്പ ചെരുപ്പ് അയച്ച് വെച്ചത് ഇത് പപ്പ വേഗം പോയി കാലിൽ വെള്ളം കഴുകി വെള്ളട്ടും. ഇപ്പോഴാണ് ഞങ്ങൾ കാലിൽ വെള്ളം കഴുകാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഗൈസ് കണ്ടോ, പപ്പ കാലിൽ വെള്ളം കഴുകി പപ്പ ഇനിയും കൂട്ടിക്കൊണ്ട് നല്ല വഴുക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ആ വെള്ളം നല്ല തണുത്ത വെള്ളമായിരുന്നു ഗൈസ്. നല്ല സുഖമുണ്ടായിരുന്നു ഞാൻ കാലിട്ടപ്പോൾ. പിന്നെ നല്ല വഴുക്കലുണ്ട് ഗൈസ്. അപ്പം കാലിൽ തിന്നു. അപ്പം ഞാൻ അപ്പുറത്ത് കുറേ മീനുകളൊക്കെ കണ്ടു ഗൈസ്. അപ്പം ഞാൻ പപ്പ ചെയ്യുന്നതായിരിക്കും വെറുതെ ഒന്ന് ചെയ്ത് കളിച്ചു ഗൈസ്. എന്തായാലും പപ്പ തലയിലൊക്കെ ആക്കുന്നു.
ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കൈയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആട്ടി കളിച്ചു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അവിടെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അവരൊക്കെ അങ്ങനെ ചെയ്യണ്ടേ എന്നാൽ എനിക്കറിയില്ല ഗൈസ്. ഞാനൊന്നും അങ്ങനെയൊന്നും ചെയ്തിരിക്കുന്നു ഗൈസ്. ഞാൻ പിന്നെ പപ്പേൻ്റെ അവിടെ കയറിപ്പോയി ഗൈസ് മുകളിലോട്ട്. ആ വെള്ളം കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. കുറേ മീനുകളും ഉണ്ട്. പിന്നെ ഗൈസ് ഇവിടെ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് കമ്പിയൊക്കെ അങ്ങോട്ട് പോവാണ്ടിരിക്കാനായിരിക്കും. പിന്നെ ഗൈസ് നിങ്ങൾ കണ്ടോ ഗൈസ്, ഒരു ബോട്ട് ഉണ്ട് അവിടെ കണ്ടു. അവിടെ ഒരു ഹൗസ് ബോട്ട് ഉണ്ട്. ഞങ്ങൾക്ക് അതിൽ കയറണം എന്നുണ്ട്. ഞങ്ങൾ കയറും ഗൈസ്. അപ്പോൾ സൈഡിലുള്ളതുകൊണ്ട് അതിന് ഞങ്ങൾ കയറും. അപ്പം ഇനി ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അവിടെയാണ് ബോട്ടിൻ്റെ ആ സ്ഥലം. ഇപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോ ഒന്നും എടുക്കരുത്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാണ്ട് ഫോട്ടോ ഒന്നും എടുക്കരുത്. അപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നു. അപ്പോൾ ഗൈസ് ഇപ്പം മുത്തപ്പൻ്റെ ഒരു ചരിത്രം ചരിത്രത്തിൻ്റെ ഒരു ബുക്ക് അവിടെ കൊടുക്കണ്ടേ. അപ്പം എനിക്ക് വേണ്ട നീ വായിച്ചോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ബോട്ടിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് പോകണമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ പോവും. ഇപ്പം ഇന്നൊരു ബോട്ടിങ്ങാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗൈസ്. അപ്പം ആ ബോട്ടിങ്ങിന് പോക്കാണ് ഗൈസ്. ഞങ്ങൾക്ക് എന്താ ഹൗസ് ബോട്ട് കയറണം അമ്മ പറയുന്നതാണ് ഗൈസ്. അപ്പം ഹൗസ് ബോട്ടിൽ അമ്പലത്തിൻ്റെ ഉൾഭാഗമാണ് ഗൈസ് അത്. അപ്പം ഞങ്ങളങ്ങനെ ഹൗസ് ബോട്ടിൽ കയറാൻ വേണ്ടി കുറേ ഉണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, മുകളിലൊക്കെ ആൾക്കാർ ഇരിക്കുന്ന ഗൈസ്. അങ്ങനത്തെ അതിലൊക്കെ കയറാണെങ്കിൽ ഗൈസ്, അതിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ സൈഡിൽ ഇരിക്കുകയാണ് ഗൈസ്. അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു ഡോഗ് വന്നു ഗൈസ്. ഡോഗ് എൻ്റെ അടുത്ത് കൂടെയൊക്കെ വന്നപ്പോൾ എനിക്ക് പേടിയായി ഗൈസ്. പിന്നെ ഞാൻ ഇരിക്കുന്നതിൻ്റെ കസാരേൻ്റെ അടിയിലൊരു ഡോഗ് വന്നിരുന്നു ഗൈസ്. അതന്നെ ഇതാണ് ഈ ഡോഗാണെന്ന് തോന്നുന്നു. ഈ ഡോഗ് ഞാൻ ഇരിക്കുന്നതിൻ്റെ അടിയിൽ കൂടെ പോയി. ഞാനാണ് പേടിച്ച്. പിന്നെ പപ്പ അന്ന് ആ സൈഡിലിരുന്നോളെ ആ സൈഡിൽ കിടക്കുകയാണ്. എനിക്കാണെങ്കിൽ അത്ര വരുന്നില്ല ഗൈസ്. അതിൻ്റെ ഉള്ളിൽ ഒറ്റ കാലത്തെ വന്ന് കടിച്ചാലോ. അപ്പോൾ പപ്പ അന്ന് മുത്തപ്പന് പ്രിയപ്പെട്ട ആൾക്കാരാണ്. അപ്പം നമ്മളെന്തും ചെയ്യൂല എന്നാണ്. അപ്പം മുത്തപ്പൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല അമ്പലമൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള അമ്പലമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ആ പൊരി വെയിലാണ് ഗൈസ്. ഞങ്ങൾ പിന്നെ അവിടെ അങ്ങനെ ഇരുന്ന് പൊരി വെയില, വേറെ ഇരിക്കാതില്ല. ഞാൻ പിന്നെ കുറേ വെള്ളമൊക്കെ ഒന്ന് നോക്കിയിരുന്നു. വെള്ളമൊക്കെ നല്ല രസമുണ്ട്. കുറേ ടൈപ്പ് ബോട്ടുകളുണ്ട് ഗൈസ് അവിടെ. ഇവിടെ ബോട്ടിന് പോകാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങനെ കുറച്ച് നേരം ഇരിക്കുകയാണ് ഗൈസ്. ഭയങ്കര വെയിലേന് ഗൈസ്. പിന്നെയാണ് കാണുന്നത് ഗൈസ് ഇങ്ങനത്തെയൊക്കെ സ്ഥലം. പിന്നെ ഞങ്ങളൊരു ഉപ്പിലിട്ട് വാങ്ങി ഗൈസ്. കണ്ടോ, ഞങ്ങൾ പൈനാപ്പിളും എനിക്കൊരു മാങ്ങി, അവർക്കൊക്കെ പൈനാപ്പിളും. പിന്നെ എൻ്റെ കയ്യിലൊരു ലേസും ഉണ്ട് ഗൈസ്. അവിടെ ആ ലേസേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഹൗസ് ബോട്ട് കയറാനുള്ളതിൽ പോവാണ്. അപ്പോൾ പപ്പ ടിക്കറ്റ് എടുക്കാൻ പോയതാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് മാങ്ങിയും ലേസും ഒക്കെ വാങ്ങിയതാണ് ഗൈസ്. ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം എനിക്ക് വേണമെന്നുണ്ട്, പക്ഷേ വേണ്ട ഗൈസ്. അവിടെ ഐസ്ക്രീം ഒന്നും എനിക്ക് വേണ്ട ഗൈസ്. എനിക്കൊന്ന് വേഗം വീട്ടിലെത്തിയാൽ മതിയെന്നുണ്ട് ഗൈസ്. അപ്പോൾ ക്ഷീണമുണ്ട്, എനിക്ക് തീരെ വയ്യേന് ഗൈസ്. എനിക്ക് വയ്യേന് ഗൈസ്. ഇപ്പം എനിക്കൊന്ന് വേഗം വീട്ടിലെത്താൻ ഇനി ഞാൻ കളിക്കുന്നത് ഗൈസ്. ഞാൻ ഒരു മടി പിടിച്ചിട്ട് ഇനി ഞാൻ വന്നതന്നെ. അപ്പം നമുക്കിനി അവിടെ 50 രൂപയുള്ളൂ ഗൈസ് ഒരാൾക്ക്. അപ്പം 50 രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് പോവാണ് ഗൈസ്. അപ്പോൾ പപ്പ ടിക്കറ്റ് എടുക്കാൻ സ്ഥലം ഉണ്ടോ ആദ്യം അറിയില്ല. അപ്പോൾ ടിക്കറ്റ് എടുക്കണോ ഇല്ലയെന്നല്ല, പപ്പ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇപ്പോൾ പപ്പ ടിക്കറ്റ് പോയി എടുക്കും. അപ്പോൾ ഞങ്ങളോട് അവിടെയുള്ള ആൾക്കാർ ഞങ്ങളോട് കയറാനാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ എന്നാൽ കയറിക്കൊള്ളിക്കുന്നത് വേഗം ടിക്കറ്റ് എടുത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ വേഗം ടിക്കറ്റ് എടുത്ത് കയറി ഗൈസ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കണ്ട ഗൈസ് ഞങ്ങളങ്ങനെ കയറി ബോട്ടിലിരിക്കാൻ പോയി. ഞാൻ എനിക്ക് ഈ സൈഡ് വേണമെന്ന് ഞാൻ സൈഡിൽ പോയി വേഗം പോയി ഇരുന്ന് ഞാൻ ആ സൈഡിൽ പോയി ഇരുന്ന് അങ്ങനെ ബോട്ട് എടുത്ത് ഗൈസ്. ബോട്ടിൽ ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു ഗൈസ്. നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങളൊക്കെ കൂടി വന്ന് ഇരുന്ന് പപ്പ ബാക്കിൽ പോയി ഇരുന്ന് ഗൈസ്. ഞാൻ ബാക്കിൽ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ഞങ്ങളിരിക്കുന്നിടത്ത് നല്ല വെയിലുണ്ടേനി. അതിനോണ്ടാണ് ഗൈസ് ഞങ്ങളിരിക്കുന്നിടത്ത്. പക്ഷേ വെയിലുണ്ടെങ്കിലും കാഴ്ച കാണാനാണല്ലോ. അപ്പോൾ കാഴ്ച കണ്ട ബോട്ട് ഭയങ്കര സ്ലോ ആണ് ഗൈസ്. സ്പീഡ് പോകുന്ന ബോട്ടാണ് വേണ്ടത്. അപ്പം സ്പീഡ് പോകുന്ന ബോട്ട് ഞാൻ കണ്ടില്ല. സ്പീഡ് പോകുന്ന ബോട്ട് ഉണ്ടെങ്കിൽ അതിൽ കയറി. ഇപ്പോൾ കുറച്ച് പതുക്കിയ പോകുന്ന അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മളിനി ഇങ്ങനെ പോവാണ്, വണ്ടി എടുക്കാൻ പോവാണ് ഗൈസ്. ബോട്ട് അവിടെ ഇവിടെ കുത്തി നശിക്കരുത് ഗൈസ്. ഇങ്ങനെ ഞങ്ങൾ ബോട്ട് യാത്ര തുടങ്ങി ഗൈസ്. എനിക്കാണെങ്കിൽ ഒരു വെറുപ്പ് പിടിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് ഞാൻ താഴെ ബോട്ട് എടുക്കുകയാണ് ഗൈസ്. ബോട്ട് എടുത്തു. നമുക്കിനി ബോട്ടിൽ കുറേ പാട്ടൊക്കെ ഉണ്ട് ഗൈസ്. ബോട്ടിൽ പാട്ടൊക്കെ വെച്ചിരിക്കുന്ന അവിടുത്തെ ആൾ
കുഴപ്പമില്ല ഗൈസ്, നല്ല രസമുണ്ട്. അപ്പം ഞാനും അമ്മയും എന്താ ഗൈസ്, അച്ഛമ്മ അപ്പത്തിരിക്കുന്ന അച്ഛമ്മ അപ്പത്തിരിക്കുന്ന അമ്മ, ഞാൻ അപ്പുറത്തെ സൈഡിലാണ് ഗൈസ്. കണ്ടോ ഗൈസ്, അയാൾ നിന്ന് ഓടിക്കുകയാണ് ഗൈസ്. ഞാൻ അവിടെ കാഴ്ച നോക്കിയിരിക്കുകയാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട്. പിന്നെ എനിക്ക് ആ ലൈസ് അങ്ങോട്ട് പൊട്ടിക്കണമെന്നുണ്ട് ഗൈസ്. ഞാൻ പൊട്ടിക്കും ഗൈസ്. പിന്നെ അമ്മാമ്മ പത്തോട്ടിരുന്നു ഗൈസ്. കണ്ടോ ഡബിൾ ഡെക്കർ ബസ് അല്ലെ, ബജാജ് ഡബിൾ ഡെക്കർ ബസ് എന്ന് പറഞ്ഞൊരു ഡബിൾ ഡെക്കർ ബോട്ട് ഉണ്ട് ഗൈസ് ഇവിടെ. പിന്നെ ചിരിയൊക്കെ ചിരിച്ച് ഞാൻ പിന്നെയും ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കുറേ നേരമുണ്ട് ഗൈസ്, ഒരു ചുറ്റാട് ഗൈസ്. അവിടം വരെ പോവും, അതിന് വളച്ച് പിന്നെയും വരും. അതാണ് സംഭവം ഗൈസ്. അതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ കണ്ണൂർ പോവുകയാണെങ്കിൽ അവിടെ കണ്ണൂർ മുത്തപ്പങ്കാവ് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ബോട്ടിലൊക്കെ കയറിക്കുക ഗൈസ്. നല്ല രസമല്ലേ ബോട്ട് യാത്ര. ഞാൻ അങ്ങനെ ഹൗസ് ബോട്ടിൽ അങ്ങനെ ഞങ്ങൾ കയറിയിട്ടില്ല. ഹൗസ് ബോട്ടിൽ അങ്ങനെ കയറ്റിയില്ല. അപ്പോൾ അതൊരു ഹൗസ് ബോട്ടാണ്. ഞങ്ങൾ റൂമൊക്കെ കണ്ട് ഗൈസ്. റൂമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി ഗൈസ്. അപ്പോൾ റൂമൊക്കെ ഉണ്ട് സൈഡിൽ, ഞാൻ ഒക്കെ കണ്ടിരുന്നു ഗൈസ്. അതാ മുത്തപ്പങ്കാവ് അതാ ഗൈസ്. ഞങ്ങൾ ഇപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ഇപ്പം ഞങ്ങൾ അപ്പുറത്തെ സൈഡെത്തി ഗൈസ്. ഉണ്ട് ഗൈസ് മുത്തപ്പങ്കാവ് അതാ ഗൈസ്. നമ്മൾ കാലിൽ വെള്ളം കഴിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് ഗൈസ്. നല്ല ഭംഗിയുണ്ട് ഗൈസ്, കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ്. പപ്പ പിന്നെ ഞങ്ങളടുത്ത് വന്നിരുന്ന് അവിടെ ഭയങ്കര ചൂടേനി ഗൈസ്. പിന്നെ പപ്പ ഞങ്ങളടുത്തായിരുന്നു. പിന്നെ പപ്പയും ഞങ്ങളൊക്കെ കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിനി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു ഗൈസ്. ഞാൻ പിന്നെ കയ്യിലിടുന്നൊരു ബാൻഡും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, കമ്മലൊക്കെ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി ഗൈസ്. അപ്പം ബീച്ചിലൊന്ന് കാറൊക്കെ ഒന്ന് ഓടിച്ച് പൈസക്കാരനാണ്. ഞാൻ പപ്പേനെ നോക്കി ഗൈസ്. പപ്പേനോട് വൈദ്യുതി ചോദിച്ചു. പപ്പ നോക്കാം പറഞ്ഞു പപ്പ. പിന്നെ ഗൈസ് ഞങ്ങൾ അപ്പുറത്തെ സൈഡ് എന്തൊക്കെയല്ല, അപ്പുറത്തെ സൈഡ് കടലാണ് ഗൈസ്. അവിടെ ഒരു ഐസുകാരനെ ഞങ്ങളിങ്ങനെ വണ്ടിയും കൊണ്ട് മുന്നോട്ട് ഇങ്ങനെ പോയി ഗൈസ്. അപ്പോൾ ആ ഒരു ഐസുകാരൻ്റെ അടുത്ത് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു അമ്മ മാംഗോ ആണ് വാങ്ങിയത്, ഞാനൊരു ചോക്ലേറ്റ്. പിന്നെ കടന്ന് കുറച്ച് ഷെല്ലൊക്കെ കിട്ടി ഗൈസ്. ഞാൻ പാവാട മടക്കി കുത്തി കയറിപ്പോയി അച്ഛമ്മേൻ്റെ അടുത്തേക്ക്. അച്ഛമ്മ കുറേ ഷെല്ല് കൊത്തി വെച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ ഒക്കെ തപ്പുകയാണ് ഗൈസ്. ഞാൻ മരട്ടിന് ഓട്ടോ ഓടിപ്പോയി തപ്പിയതാണ് ഗൈസ്. അങ്ങനെ കുറേ നല്ല രസമുണ്ടായിനി. കുറേ ദിവസത്തിന് ശേഷം കടലിൽ കണ്ടാലേ പോയി ഗൈസിക്ക്. നല്ല രസമുണ്ടായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മുന്നേ കൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അപ്പം എൻ്റെ അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങൾ കാത്തിക്കണം ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പം തീരും ഗൈസ്. ഞങ്ങളിനി വീട്ടിലേക്കാണ് നേരെ വീട്ടിൽ പോവാണ് ഗൈസ്. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിട്ട് കരിമ്പ് ജ്യൂസും കുടിച്ചു ഗൈസ്. അങ്ങനെ ഈ ഒരു വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പം എൻ്റെ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും കാത്തിക്കാം. ഓക്കെ ബൈ.